എല്ലാവർക്കും നമസ്കാരം. ഈ കാലഘട്ടത്തിൽ ഇൻഷുറൻസ് ഇല്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. ആശുപത്രികളുടെ മുന്നിലേക്ക് ചെല്ലുമ്പോൾ തന്നെ നമുക്ക് വല്ലാത്തൊരു പേടിയാവുന്ന അവസ്ഥയാണ്. അത്രയേറെ ഭീമമായിട്ടുള്ള ചികിത്സാ ചെലവുകളാണ് നമ്മുടെ ഈ കാലഘട്ടത്തിൽ ആശുപത്രികൾ ഈടാക്കുന്നത്. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ ഒരു ആരോഗ്യ ഇൻഷുറൻസ് എടുത്തു വയ്ക്കുന്നത് വളരെയധികം സഹായകരമാകുന്നുള്ള യാതൊരു സംശയമില്ല. ആരോഗ്യ ഇൻഷുറൻസ് നിർബന്ധമായിട്ട് എടുക്കണം എല്ലാവരും. ഈ സർക്കാർ ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം മെഡിസിപ്പ് എന്ന് പറയുന്നൊരു പദ്ധതിയുണ്ട്. നമുക്കറിയാൻ സാധിക്കും, സർക്കാർ ജീവനക്കാരിൽ നിന്നും 500 രൂപയോ മറ്റോ ആണ് അവരിൽ നിന്നും പിടിക്കുന്നത്. ഇത് സർക്കാർ ജീവനക്കാർക്കും അവരുടെ ആശ്രിതർക്കും ഈ മെഡിസിപ്പ് എന്ന് പറയുന്ന പദ്ധതിയിലൂടെ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും. അങ്ങനെ ഒരു സംവിധാനമുണ്ട്. ഇത് ഞാൻ കണ്ടിട്ടുള്ളത് ചാലക്കുടിയിൽ ഏറ്റവും കൂടുതൽ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ ഈ ഡയാലിസിസിന് ഒരുപാട് പേര് ഈ മെഡിസിപ്പ് വഴി ആശ്രയിക്കുന്നുണ്ട്. എനിക്ക് എൻ്റെ ഒരുപാട് സുഹൃത്തുക്കളെ ഇത്തരത്തിൽ അവരുടെ അച്ഛനമ്മമാരൊക്കെ കൊണ്ടുവന്ന്, അതായത് ഈ ഡയാലിസിസ് വർഷങ്ങളോളം നടത്തുന്ന രോഗികൾക്ക് വലിയൊരു ആശ്വാസകരമായ സംഗതിയാണ് ഈ മെഡിസിപ്പ് വഴിയായിട്ടുള്ള ഇൻഷുറൻസ് പരിരക്ഷ. പക്ഷേ ഇതിപ്പോൾ ആകെ അലങ്കോലമായ സ്ഥിതിയിലാണ്. ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലേക്ക് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പൈസ സർക്കാർ ജീവനക്കാരിൽ നിന്ന് കട്ട് ചെയ്യുന്നുണ്ട്. പൈസ കൃത്യമായിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ ഡയാലിസിസ് ചെയ്ത് അതിൻ്റെ കാര്യമായിട്ട് ചെല്ലുമ്പോൾ അതിന് വേറെ പൈസ അടയ്ക്കണം എന്നാണ് ഹോസ്പിറ്റൽ സൂപ്രണ്ടിൻ്റെ ഭാഗത്തു നിന്നുള്ള വളരെ കടുത്ത രീതിയിലുള്ള ഒരു പ്രതികരണം. ഇത് സ്വാഭാവികമായിട്ടും ഇത്തരം ചികിത്സ തേടുന്ന രോഗികളും അവരുടെ കുടുംബങ്ങളും വലിയ വിഷമത്തിലായിട്ടിരിക്കുകയാണ്. പൈസ കട്ട് ചെയ്യുന്നുണ്ട്, പക്ഷേ വീണ്ടും ഈ പറയുന്ന ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുന്നില്ല. ഇതുമായി ബന്ധപ്പെട്ട് രോഗികളുടെ വീട്ടുകാരും അതുപോലെ തന്നെ അവരുടെ ആശ്രിതരൊക്കെ തന്നെ ഹോസ്പിറ്റൽ അധികൃതരുമായി സംസാരിക്കുമ്പോൾ പറയുന്നത് ഈ മെഡിസിപ്പുമായി ബന്ധപ്പെട്ട് ഹോസ്പിറ്റലുകൾക്ക് കിട്ടുന്ന പണം ലഭിക്കുന്നില്ല എന്നാണ്. എന്നാൽ മെഡിസിപ്പുമായി ബന്ധപ്പെടുമ്പോൾ അവർ പറയുന്നത് എല്ലാ കാര്യങ്ങളും റെഡി ആയിട്ടുണ്ട്, എല്ലാ കണക്കുകളും എല്ലാ സംഭവങ്ങളും ഏകദേശം ക്ലിയർ ചെയ്ത് കഴിഞ്ഞു, ഇനി ഇത് പാസ്സാക്കി മറ്റേ എവിടേക്ക് വിടേണ്ട ആവശ്യമുള്ളൂ. പക്ഷേ ദുരിതത്തിലാവുന്നത് സാധാരണക്കാരാണ്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് ജില്ലാ മെഡിക്കൽ ഓഫീസറുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന ഉത്തരം മറ്റൊന്നാണ്. നിങ്ങൾ കളക്ടറുടെ ഗ്രീവൻസ് സെല്ലിൽ പോയി പരാതി കൊടുക്കാനൊക്കെയാണ് പറയുന്നത്. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ഈ രോഗികൾ ചെയ്യേണ്ടത്? ഇതുപോലെ പണം സർക്കാർ ജീവനക്കാരിൽ നിന്നും കട്ട് ചെയ്ത് കോടികൾ ഈ ഇൻഷുറൻസ് പരിരക്ഷയ്ക്ക് വേണ്ടിയിട്ട് വസൂലാക്കാണ്. എന്നിട്ട് പരിരക്ഷ ലഭിക്കണില്ല, ഒന്നും ലഭിക്കണില്ല. ഇതിൻ്റെ പ്രസക്തി എന്താണ്? ഇതിനെപ്പറ്റി അന്വേഷിക്കണം. പുതിയ ഗവൺമെൻറ് ഈ വിഷയത്തിൽ സത്വരമായിട്ട് ഇടപെടണം. MLA സനീഷ് കുമാർ ജോസഫ് ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം പറഞ്ഞിട്ടും ഹോസ്പിറ്റൽ അധികൃതരുടെ ഭാഗത്തുനിന്ന് ഇത് തന്നെയാണ് മറുപടി. വളരെ അടിയന്തരമായിട്ട് ഈ വിഷയത്തിൽ എങ്ങനെ ഇടപെടാമെന്നുള്ളതിനെ പറ്റിയിട്ട് ആലോചിക്കണം. ഇത് ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ മാത്രമാണോ ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത്? അത് മറ്റ് ആശുപത്രികളിലും ഈ മെഡിസിപ്പിൻ്റെ പ്രവർത്തനം ഇങ്ങനെയാണോ എന്നുള്ളത് അറിയില്ല. എന്തായാലും ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ ഇപ്പോൾ ഈ ഡയാലിസിസ് പേഷ്യൻസിന് അവിടെ പണം അടച്ചാലാണ് ചികിത്സ ലഭിക്കുള്ളൂ എന്നുള്ള സ്ഥിതിയിലാണ്. കോടിക്കണക്കിന് രൂപ ഇതുപോലെ സർക്കാർ ജീവനക്കാരിൽ നിന്നും പണം കട്ട് ചെയ്യുകയും എന്നാൽ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കാതിരിക്കുകയും ചെയ്യുന്നത് സംവിധാനങ്ങളുടെ പിടിപ്പുകേടാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഓരോ തട്ടിലെ ഉദ്യോഗസ്ഥരുമായിട്ട് സംസാരിക്കുമ്പോൾ അവരിതല്ല പറയുന്നത്. അവർ ഓരോ മുടന്തൻ ന്യായങ്ങൾ പറഞ്ഞ് ഈ രോഗികളെ കൂടുതൽ വലയ്ക്കുന്ന തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്. മെഡിസിപ്പ് ഒരു ഇൻഷുറൻസ് പദ്ധതിയാണെങ്കിൽ സർക്കാർ അതിൽ നിന്നും പണം പിടിക്കുന്നുണ്ടെങ്കിൽ ഈ വിഷയത്തിൽ ഇടപെടേണ്ടവർ ജനപ്രതിനിധികൾ തന്നെയാണ്. ജനപ്രതിനിധികൾ അത്തരം കാര്യത്തിൽ കുറേയും കൂടിയും ഉഷാറായിട്ട് ഇടപെടണം. കാരണം രോഗികൾ വലിയ ദുരിതത്തിലാണ്. അവരുടെ ഒപ്പം വരുന്ന കുടുംബാംഗങ്ങൾ ഇതെന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് നിൽക്കുകയാണ്. കാരണം വർഷങ്ങളോളം ഡയാലിസിസ് നടത്തുന്ന പേഷ്യൻസിനൊക്കെ എന്തായിരിക്കും ഒരാഴ്ചയിൽ പല പ്രാവശ്യവും ഡയാലിസിസ് നടത്തുന്ന രോഗിയുടെ അവസ്ഥ ഒന്ന് ചിന്തിച്ച് നോക്കുക. അപ്പോൾ ഈ മെഡിസിപ്പ് പരിപാടി അത് വെറുതെ വെച്ചിരിക്കുന്ന പരിപാടിയാണെങ്കിൽ കട്ട് ചെയ്ത് അവസാനിപ്പിക്കുക. ഈ പണം കട്ട് ചെയ്യുന്നത് അവസാനിപ്പിക്കുക. അതല്ല, അതൊരു നല്ലൊരു പദ്ധതിയാണ്, ഒരുപാട് ആളുകൾക്ക് ഉപകാരപ്പെടുന്ന ഒരു സംഭവമാണ്. അതിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിച്ച് അത് ചാലുവാക്കാൻ നോക്കുന്നതിനുള്ള ഇടപെടൽ MLA ഭാഗത്ത്, ഇത് ചാലക്കുടി താലൂക്ക് ആശുപത്രിയുടെ കാര്യമായിട്ടുണ്ടെന്ന് പറഞ്ഞത് MLA ഭാഗത്തു നിന്നുള്ള ഇടപെടൽ ഉടനെ തന്നെ ഉണ്ടാകണമെന്നാണ് സ്നേഹപൂർവ്വമുള്ള അഭ്യർത്ഥന. നന്ദി, നമസ്കാരം.